കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ചോർന്നൊലിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം. അത്യാഹിത വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂമിൽ ഉൾപ്പെടെയാണ് ചോരുന്നത്. വെള്ളം നിലത്ത് വീഴാതിരിക്കാൻ ബക്കറ്റ് വെച്ചിരിക്കുകയാണ് ജീവനക്കാർ. രോഗികൾ വഴുതി വീഴാതിരിക്കാൻ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ശക്തമായി മഴ പെയ്താൽ മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇതാണ്. അത്യാഹിത വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂമിലും മെഡിക്കൽ കോളേജിനകത്തെ ഫാർമസിക്ക് സമീപവുമെല്ലാം ചോർന്നൊലിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ചവിട്ടി വേണം ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. മെഡിക്കൽ കോളേജിലെ ഫാർമസിയുടെ അടുത്താണ് ഇന്നലെ മഴ പെയ്തപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴുകിയത്. മരുന്നിന് നിൽക്കുന്നവർക്ക് കുട ചൂടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാഹിത വിഭാഗത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് മാത്രം തന്നെയാണ്. കാരണം നമുക്കറിയാലോ, ഒരു സർക്കാർ ആശുപത്രിയാണ്. ആ സർക്കാർ ആശുപത്രിക്കകത്ത് ജനറൽ ആശുപത്രിയിലൊക്കെ ഫാർമസിയിലൊക്കെ ഒരുപാട് രോഗികൾ ഉള്ള സമയത്താണ് ഈ മഴ വെള്ളം താഴേക്ക് ഷീറ്റ് പൊന്തി താഴേക്ക് വരുന്നത്. സത്യത്തിൽ ആശുപത്രിക്ക് അകത്തും നമ്മൾ കുട ചൂടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളത് തന്നെ പറയാം. 3 വർഷം മുൻപാണ് അത്യാഹിത വിഭാഗം നവീകരിച്ചത്. നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് പരാതി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ആശുപത്രിയിലെത്തുന്നത്. അത്യാഹിത വിഭാഗത്തിലെ സൌകര്യക്കുറവ് രോഗികളെ ചികിത്സിക്കുന്നതിലടക്കം ബാധിച്ചിരുന്നു. ഇതോടെയാണ് അത്യാഹിത വിഭാഗം നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. കൂടുതൽ സൌകര്യമൊരുക്കിയതോടെ രോഗികൾക്ക് ആശ്വാസമാകുമെന്ന് കരുതിയെങ്കിലും ചോർച്ചയടക്കമുണ്ടായതോടെ രോഗികൾക്കും വലിയ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചോർച്ച പൂർണ്ണമായും പരിഹരിച്ചില്ലെങ്കിൽ ചോർച്ച കൂടുകയും അത് കെട്ടിടത്തെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.